ഞങ്ങൾ ഇന്ന് ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത് ചെങ്ങന്നൂർ ടൗണിലുള്ള ഓക്സിജൻ്റെ ഷോറൂമിലാണ്. പുതിയ ബ്രാൻഡ് ഫോൺസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. നോക്കിയാൽ തന്നെ ഐഫോണിൻ്റെ 17 Pro Max വെർഷൻ വരെ ഇവിടെയുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഐഫോണൊന്നും വാങ്ങിക്കാനുള്ള പൈസയൊന്നുമില്ല. പക്ഷെ ഒരു നാൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു ഐഫോണൊക്കെ വാങ്ങിക്കും. ദാറ്റ്സ് മൈ ഡ്രീം. ഫോണൊക്കെ വാങ്ങിയിട്ട് വെളിയിലിറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ഫോണിൻ്റെ ഒരു കേസ് വാങ്ങാൻ വേണ്ടിയിട്ട് ആ ടൗൺ മൊത്തം കറങ്ങി. 1-2 ഷോപ്പിലൊക്കെ കയറി ചോദിച്ചിട്ടും അവിടെ ഒന്നുമില്ല. പിന്നെ ഒരു ഷോപ്പിൽ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും അവിടെ ഉള്ള അങ്കിള് പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് അവരുടെ തന്നെ വേറൊരു ഷോപ്പുണ്ട്, അവിടെ പോയാൽ ആ ഫോണിൻ്റെ കേസ് കിട്ടുമെന്ന്. ഏത് ഫോണാണ് വാങ്ങിച്ചതെന്ന് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കുമേ. കണ്ടില്ലേ രാത്രിയുടെ ചെങ്ങന്നൂർ സ്ട്രീറ്റ് എന്ത് ഭംഗിയാണെന്ന്. നിറയെ ലൈറ്റും ഒരുപാട് വണ്ടിത്തിരക്കൊന്നുമില്ലാതെ. അല്ല മുകളിലത്തെ അത് വായിച്ചേ. നിങ്ങളതെങ്ങനെയാ വായിച്ച ഗൈസ്? കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതിനുശേഷം ഞങ്ങൾ 3 കൂടെ പോയത് ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള ബഡാ ബസാറിലാണ്. അമ്മയുടെ മുഖം ഇരിക്കുന്നുണ്ടോ? ഞാൻ അമ്മ വീട്ടിൽ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞതിൻ്റെ വിഷമമാണ്. ഇവിടെ ചെരുപ്പിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെങ്കിലും എനിക്ക് ഒരുപാടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം നേരെ ഞങ്ങൾ മാന്നാറോട്ട് വെച്ച് പിടിച്ചു. എന്തിനാ? സുകുമാർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങൾ 3 പേരും ഇത്തവണ 3 ഫുഡാണ് ഓർഡർ ചെയ്തത്. അച്ഛൻ്റെ ഫുഡ് വന്നു, അമ്മയുടെ ഫുഡ് വന്നു, എന്നിട്ടും എൻ്റെ ഫുഡ് വന്നില്ല. കാര്യം എന്താ? അച്ഛൻ ഓർഡർ ചെയ്തത് പൊറോട്ടയും മീൻകറിയും, അതാദ്യം തന്നെ വന്നു. രണ്ടാമതാ അമ്മ ഓർഡർ ചെയ്ത പൊറോട്ടയും പനീർ കറിയും അതിനുശേഷവും വന്നു. എന്നിട്ടും എൻ്റെ ഫുഡ് വന്നില്ല. അപ്പം എന്ത് ചെയ്യുക? അമ്മയുടെ അച്ഛൻ്റെ ഫുഡിൽ നിന്ന് അടിച്ചു മാറ്റി കഴിക്കുക. അതിനുശേഷമാണ് എൻ്റെ ഫുഡ് വന്നത്. ഞാനെന്താ ഓർഡർ ചെയ്തത്? ഒരു അൽഫാമും പൊറോട്ടയും പിന്നെ കുബൂസും. അപ്പോൾ ഇന്നത്തെ നൈറ്റ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ. ഇനിയൊരു വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ.